അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കാൻ CPIM വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യം പരിശോധിക്കും. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ ലക്ഷ്യം വെച്ചാണ് പുതിയ നീക്കങ്ങളെന്നാണ് സൂചന. MV ഗോവിന്ദന് PV അൻവർ നൽകിയ പരാതി ഗൗരവത്തോടെയാണ് CPM കാണുന്നത്. അതേസമയം തനിക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ പുതുമയില്ലെന്ന് ദ വീക്ക് മാഗസിന് നൽകിയ അഭിമുഖത്തിൽ P ശശി പറഞ്ഞു. ഭയമില്ലെന്നും P ശശി പ്രതികരിച്ചു. VA ഗിരീഷ് വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്തുനിന്ന് ഗിരീഷ്, ആരാണ് അപ്പോൾ PV അൻവർ MLA പിന്നിൽ എന്ന ചോദ്യം ഉയർന്നപ്പോൾ ദൈവം മാത്രമേ തൻ്റെ പിന്നിലുള്ളൂ എന്നായിരുന്നു പറഞ്ഞത് PV അൻവർ. ഇത് പാർട്ടി ഈ വിഷയം ഏറ്റെടുക്കാൻ പോകുന്നു, അതിൽ അന്വേഷണം നടത്താൻ പോകുന്നു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത് ചർച്ച ചെയ്യുന്നു, പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായ ആരോപണങ്ങളും പരിശോധിക്കുമെന്ന വിവരം കൂടി വരുന്നുണ്ട്. അപ്പോൾ CPM-ൽ നടക്കുന്ന ചില നീക്കങ്ങളുടെ ഭാഗമാണ് PV അൻവറിൻ്റെ ഈ ആരോപണങ്ങളും പരാതികളും എന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ ഇപ്പോഴെത്തുന്നത്? വിജയകുമാർ, PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ പാർട്ടിയുടെ ഒരു വിഭാഗത്തിന്റെ സ്വാധീനമുണ്ട് അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദമുണ്ട് എന്നത് ശരിവെക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് സംബന്ധിക്കുന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം PV അൻവർ മുഖ്യമന്ത്രിയെ കണ്ട് ADGP MR അജിത് കുമാറിനെതിരെയുള്ള പരാതികളാണ് വിശദീകരിച്ചതെങ്കിൽ ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ നേരിട്ട് കണ്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ P ശശി, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്, അദ്ദേഹത്തിനെതിരെയുള്ള പരാതികളാണ് ഇക്കാര്യത്തിൽ നൽകിയത്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ പാർട്ടിക്ക് അന്വേഷണം നടത്തേണ്ടി വരും. അടുത്ത വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇക്കാര്യത്തിലുള്ള വിശദമായ പരിശോധനയിലേക്ക് കടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് സംബന്ധിച്ച് പാർട്ടി ഒരു വിശദമായ അന്വേഷണത്തിന് കൂടി ആലോചിക്കുന്നുണ്ട്. കാരണം അത്രയും ഗൗരവമായ ആരോപണങ്ങളാണ് P ശശിക്കെതിരെ ഉയർന്നത്. ഇപ്പോൾ PV അൻവർ ഇത് പരസ്യമായി ഉന്നയിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന പാർട്ടി നേതൃയോഗങ്ങളിൽ ഇക്കാര്യങ്ങൾ നേരത്തെ തന്നെ ചർച്ചയായതാണ്. മാത്രമല്ല, ജനങ്ങളെ സർക്കാരിൽ നിന്നും പാർട്ടിയിൽ നിന്നും അകറ്റുന്നതിന് പോലീസ് ഒരു കാരണമായി എന്ന് അന്നും പാർട്ടി വിലയിരുത്തിയിരുന്നു. പോലീസിനെ നിയന്ത്രിക്കുന്നത് മറ്റു ചിലരാണ് എന്ന ഒരു ആരോപണം കൂടി ആ ഒരു ഘട്ടത്തിൽ പാർട്ടിയിൽ ഉയർന്നു വന്നതാണ്. സ്വാഭാവികമായും ഇത് വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ ഇത് തെളിയിക്കുന്ന ചില ആരോപണങ്ങളാണ് ഇപ്പോൾ PV അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. PV അൻവർ ഒരു പാർട്ടി അംഗമല്ല, ഒരു സ്വതന്ത്ര MLA ആണ്. സ്വാഭാവികമായും ഒരു പാർട്ടി അംഗം ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ, പരസ്യമായി ആരോപണം ഉന്നയിച്ചാൽ അദ്ദേഹത്തിന് പാർട്ടി നടപടി നേരിടേണ്ടി വരും. കാരണം ബന്ധപ്പെട്ട കമ്മിറ്റിയിലാണ് ഇത് സംബന്ധിച്ച ആരോപണം ഉന്നയിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ PV അൻവറിന് ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടിയുടെ ഒരു വിഭാഗത്തിന്റെ കൂടി സമ്മർദ്ദത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അവർക്ക് കൂടി പിന്തുണയുടെ ഭാഗമാണ് എന്നുകൂടി ഇപ്പോൾ കൂടുതൽ വ്യക്തമാവുകയാണ്. ഏതായാലും ഇക്കാര്യത്തിൽ പാർട്ടി ഏത് തരത്തിലുള്ള നിലപാടെടുക്കുന്നു, P ശശിക്കെതിരെ എന്ത് തരത്തിലുള്ള നടപടി ഉണ്ടാകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഏതായാലും വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ പാർട്ടി ഒരു നിലപാടിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഏതായാലും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ വളരെ കാര്യമായി ഗൗരവമായി അന്വേഷിക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു. വിജയകുമാർ, സംസ്ഥാന സെക്രട്ടറിക്ക് അൻവർ നൽകിയ പരാതി ഗൗരവത്തോടെ CPM കാണുന്നു. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ, ആക്രമണങ്ങൾ അത് പുതുമയല്ല എന്നാണ് P ശശി ദ വീക്ക് മാഗസിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. ഭയമില്ല എന്നും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. വെള്ളിയാഴ്ചത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇത് സംബന്ധിച്ച ചർച്ച നടക്കുമെന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. VA ഗിരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.